സലാമല്ലേ, നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദി അറേബ്യ പ്രധാനപ്പെട്ട കാര്യം മുമ്പ് പറഞ്ഞ എന്തിരുന്നാലും വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടറിയോ? ഇപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെയും കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലൈസൻസ് ഇല്ലാതെയും ഇൻഷൂർ ഇല്ലാതെയും വണ്ടി ഓട്ടാൻ പാടില്ല, നിർബന്ധമാണ്. ഇനി വാൻ ഓടിക്കുന്ന ആളുകളുണ്ട്, എയ്സ് വാനുകളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടത് മീഡിയം ലൈസൻസാണ്, സായിക്ക് ഷഹന സഗീർ എന്നുള്ള ഇക്കാമിൽ അതേ പ്രൊഫഷൻ സായിക്ക് ഷഹന സഗീർ എന്നുള്ളതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതേ ലൈസൻസ് കിട്ടുള്ളൂ. ആ വണ്ടി ഓടിക്കുമ്പോൾ ആ പ്രൊഫഷനുള്ള ആളുകളും ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 1000 ഫൈനും, മാത്രമല്ല വണ്ടി ആക്സിഡൻ്റ് ആയാൽ നിങ്ങൾക്ക് ഒരു ഒറ്റ നയാ പൈസ പോലും ഇൻഷുറൻസ് കിട്ടില്ല. കുറേ ആളുകളുണ്ട് വാൻ ഓടുന്നവർ, വീട്ടിലെ ഹൗസ് ഡ്രൈവറായിട്ടുള്ള പ്രൊഫഷനുള്ളവരുണ്ട്, ലേബറായിട്ട് പ്രൊഫഷനുള്ളവരുണ്ട്, മന്ദൂപ്പായിട്ട് പ്രൊഫഷനുള്ളവരുണ്ട്. ഇവർക്കൊന്നും അത് അനുവദനീയമല്ല. അവർക്ക് സായിക്ക് ഷഹന സഗീർ എന്നുള്ള മീഡിയം ലൈസൻസിൻ്റെ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ആ വണ്ടി ഓടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും പൈസ തിരിച്ചടക്കാൻ. എത്രയാണ് ക്ലെയിം മറ്റേ വണ്ടിക്ക് ആയെന്ന് വെച്ചാൽ ആ പൈസ തിരിച്ചടക്കേണ്ടി വരും. അല്ലെങ്കിൽ കേസാവും, ട്രാവൽ ബാൻ ആവും, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് 45,000 റിയാലാണ് വന്നത് കേസ്. ഇതേപോലെ വണ്ടി ഓടിച്ചിട്ട് വണ്ടി പോലെ ടോട്ടൽ ലോസോ എന്തോ ആയിട്ടുണ്ട്. ചുരുക്കി പറയാം, ആ വണ്ടിക്ക് 40,000 കൊടുക്കാനാണ് ഇൻഷുറൻസ് വന്നത്, കേസായി. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഏത് വണ്ടി ആയിക്കോട്ടെ, സ്വന്തം വണ്ടി ആയാലും ശരി, കമ്പനിയുടെ വണ്ടി ആയാലും ശരി, നിങ്ങൾ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല, നിർബന്ധമാണ് ഇൻഷൂർ. അതേപോലെ വാൻ ഓടിക്കുകയാണെങ്കിൽ സായിക്ക് ഷഹന സഗീർ എന്നുള്ള പ്രൊഫഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഷൂർ കിട്ടില്ല. മറക്കണ്ട. ഒരുപാട് ആൾക്കാർ ഇപ്പം കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മെസ്സേജ് ഇടുന്നത്. ഓക്കെ, എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.